ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കടലിന്റെ നടുക്കൂടെയൊക്കെ ഒന്ന് നടന്ന് ഒരു വലിയ കാസ്റ്റിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ സെന്റ് മൈക്കിൾസ് മൗണ്ടിലേക്ക് വിട്ടോ കേട്ടോ. അതെവിടാന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺവാളിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 12 മണിക്ക് മുമ്പ് ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ ചെല്ലണം. എന്നാൽ മാത്രമേ നമുക്ക് കടലിന്റെ നടുക്കൂടെ നടന്ന് നമുക്ക് കാസ്റ്റിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഈ വേലിയേറ്റവും വേലിയിറക്കും വരുമ്പോഴേ നമുക്ക് കടൽ കയറുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അതിലൂടെ നടക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ബോട്ടിന്റെ സഹായം വേണം. അപ്പൊ ഞങ്ങള് അവിടെ ചെന്ന് അപ്പൊ നമുക്ക് 16 പൗണ്ട് ആണ് കേട്ടോ, ഇൻക്ലൂഡിങ് നമ്മൾ കാസ്റ്റിൽ കാണാനായിട്ട് അവര് പേയ്മെന്റ് ചോദിക്കുന്നത്. പിന്നെ ഗാർഡൻ കാണാനായിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ ആ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, എന്റെ അമ്മ അത് പറയാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അത്രയ്ക്ക് ഹൈറ്റിലാണ് ഈ കാസ്റ്റിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ചുറ്റും നമുക്ക് ആ ഒരു കടല് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വെളിയിൽ നോക്കിയ സൂപ്പർ വ്യൂ ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ വന്നപ്പോ തന്നെ ഞങ്ങൾ നടന്നു വന്ന വഴിയിലെല്ലാം വെള്ളം ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാസ്റ്റിലെ മണ്ടിൽ എത്തിയപ്പോഴത്തേനും. പിന്നെ അവിടെ ഒരു ചെറിയൊരു ചർച്ച് ഉണ്ട് കേട്ടോ. ആ ചർച്ച് കാണാൻ വളരെ മനോഹരമാണ്. ഞങ്ങൾ ഇത്തിരി നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമുക്ക് അവിടെ എല്ലാ സാധനങ്ങളും പഴയ ആൾക്കാർ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് ബോട്ടിന്റെ സഹായത്തോടെ തന്നെ വേണം നമുക്ക് തിരിച്ചു പോരാനായിട്ട്. അവിടെ പെർ ഹെഡിന് 2 പൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത് അപ്പുറത്തെത്തും കേട്ടോ. നല്ല രസമാണ് ആ ഒരു പോക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് ഉള്ളെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പോയി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലതാണ്. ബീച്ച് സൈഡ് ഉണ്ട്, അപ്പൊ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അവിടെ കുളിക്കാം, കളിക്കാം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ. ഇത് ഞങ്ങൾ പോയി വന്ന വഴിയാണ് കേട്ടോ.